നമസ്കാരം ഫ്രണ്ട്സ്. നമ്മളിന്ന് പരസ്യങ്ങൾ കാരണം വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയുണ്ട്. പലപ്പോഴും പലരുടെയും ഫോണിൽ അനാവശ്യമായ പരസ്യങ്ങൾ ഇങ്ങനെ വന്നു നിറയാറുണ്ട്. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ പരസ്യങ്ങൾ എങ്ങനെ ഒഴിവാക്കാമെന്നാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ കൂടി മനസ്സിലാക്കുന്നത്. അപ്പോൾ ആദ്യമായി നമുക്ക് പരസ്യങ്ങൾ ഒഴിവാക്കുന്നതിനായി നമ്മുടെ സെറ്റിംഗ്സിലേക്ക് പോകേണ്ടതുണ്ട്. അപ്പോൾ അതിനെ നിങ്ങളുടെ ഫോണിലെ ആ ഒരു സെറ്റിംഗ്സ് എന്ന ഓപ്ഷനിലേക്ക് ഇങ്ങനെ പോവുക. ആ സെറ്റിംഗ്സ് എന്ന ഓപ്ഷനിൽ പോകുമ്പോൾ അവിടെയായി നിങ്ങൾക്ക് ഗൂഗിൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണുവാൻ സാധിക്കും. ഗൂഗിൾ ഒന്ന് നിങ്ങളുടെ ആ ഒരു സെറ്റിംഗ്സിനകത്ത് കയറുമ്പോൾ കാണാം. ഇപ്പോൾ ഇവിടെ കാണാം ഗൂഗിൾ. നമ്മൾ ആ ഗൂഗിളിലേക്കൊന്ന് സെലക്ട് ചെയ്യുക. തുറന്ന് ഗൂഗിൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആഡ്സ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. നിങ്ങൾ ആ ആഡ്സിൽ ക്ലിക്ക് ചെയ്യണം. ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഗെറ്റ് ന്യൂ അഡ്വർടൈസിംഗ് ID എന്ന് പറഞ്ഞ് നമുക്കൊരു ഓപ്ഷൻ ഉണ്ടാവും. എന്നിട്ട് ഡിലീറ്റിംഗ് അഡ്വർടൈസിംഗ് ID, താഴെയായി കാണുന്ന ഡിലീറ്റ് അഡ്വർടൈസിംഗ് ID എന്നുള്ള ആ ഒരു ഓപ്ഷൻ ഇതിലേക്ക് ക്ലിക്ക് കൊടുക്കുക. രണ്ട് രീതിയിൽ കാണും. നിങ്ങൾക്ക് ഗെറ്റ് ന്യൂ അഡ്വർടൈസിംഗ് ID എന്നോ അല്ലെങ്കിൽ ഡിലീറ്റ് അഡ്വർടൈസിംഗ് ID രണ്ട് ഓപ്ഷൻ കാണും. നമ്മൾ അതിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ താഴെ കാണിക്കും ഡിലീറ്റ് അഡ്വർടൈസിംഗ് ID എന്നുള്ളത്. നമ്മളിതിനായി കൺഫേം കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അഡ്വർടൈസിംഗ് ID അവിടെ നിന്ന് ഡിലീറ്റ് ആവുന്നതായിരിക്കും. രണ്ടാമതായി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫോണിലെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. ഈ ക്രോം ബ്രൗസർ നിങ്ങളുടെ ഫോണിൽ എവിടെയെങ്കിലുമായി കാണും. ചിലപ്പോൾ ഗൂഗിൾ ഫോൾഡറിനകത്തായിരിക്കാം, അതല്ലെങ്കിൽ ഓപ്പണായി ഫോണിലുണ്ടാവും. എവിടെയാണെങ്കിലും ഈ ഒരു ബ്രൗസർ നിങ്ങളെടുത്ത് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിനു ശേഷം അതിന്റെ 3 ഡോട്ട്സിലേക്ക് നിങ്ങളൊന്ന് പോകുക. 3 ഡോട്ട്സിൽ നിന്ന് ക്ലിക്ക് ചെയ്യുന്നു. അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ചധികം ഓപ്ഷൻസ് വരും. അതിൽ നമ്മൾ സെറ്റിംഗ്സ് എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. ഈ സെറ്റിംഗ്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കുറച്ച് താഴേക്കായി പോയി കഴിഞ്ഞാൽ സൈറ്റ് സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണുവാൻ സാധിക്കും. നമ്മൾ ആ സൈറ്റ് സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്യുക. സൈറ്റ് സെറ്റിംഗ്സിനകത്തായി കുക്കീസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾ കാണുവാൻ സാധിക്കും. കുക്കീസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ആ ഒരു സൈറ്റ് സെറ്റിംഗ്സിനകത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. ഇങ്ങനെ നമ്മൾ കുക്കീസ് എന്ന് പറയുന്ന ഓപ്ഷൻ കണ്ടുപിടിച്ചാൽ തേർഡ് പാർട്ടി കുക്കീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ കുക്കീസ് എന്നുള്ളതിനകത്ത് തേർഡ് പാർട്ടി കുക്കീസ് എന്ന് ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ആ തേർഡ് പാർട്ടി കുക്കീസിനോ അല്ലെങ്കിൽ കുക്കീസെന്നോ കാണുന്നതിൽ നിന്നും തേർഡ് പാർട്ടി കുക്കീസ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇത് സെലക്ട് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണുവാൻ സാധിക്കും കുറച്ചധികം ഓപ്ഷൻസ് കാണുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം, ബ്ലോക്ക് തേർഡ് പാർട്ടി കുക്കീസ് ഇൻ ഇൻകോഗ്നിറ്റോ എന്നുള്ള സാധനം സെലക്ട് ചെയ്യണം. ഞാനിപ്പോൾ ഇവിടെ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇതുപോലെ നിങ്ങൾ ബ്ലോക്ക് തേർഡ് പാർട്ടി കുക്കീസ് ഇൻ ഇൻകോഗ്നിറ്റോ മോഡ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇതാണ് നമുക്ക് ഇതിനകത്തായി ചെയ്യേണ്ടത്. തുടർന്ന് നമ്മൾ ഇവിടെ നിന്ന് പുറത്തേക്ക് വരുന്നു. തുടർന്ന് പുറത്തേക്ക് വന്നതിന് ശേഷം നമുക്ക് ഇതിൽ തന്നെ ഈ ഒരു ഇന്റർഫേസിൽ തന്നെ താഴെയായി പോപ്പപ്സ് ആൻഡ് റീഡയറക്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അതായത് ഇതിൽ വന്ന് പോപ്പപ്പ് വന്നതിന് ശേഷം നിങ്ങൾ റീഡയറക്റ്റ് ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. ഇത് ഞാനിപ്പോൾ ചെയ്തേക്കും പോലെ ഓഫ് ചെയ്തിടുക. ഇവിടെ ഇത് ഓഫ് ചെയ്തിട്ടേക്കണം. തുടർന്ന് നമ്മൾ ബാക്കിലേക്ക് തന്നെ പോകുന്നു. ബാക്കിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കിവിടെ കാണുവാൻ സാധിക്കും പോപ്പപ്പ് ആൻഡ് റീഡയറക്റ്റ് ബ്ലോക്ക്ഡ് എന്ന് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്തിടുക. അപ്പോൾ അതായത് നമുക്കൊരു പരസ്യമോ മറ്റോ വരുന്ന സമയത്ത് നമ്മളെ റീഡയറക്റ്റ് ചെയ്ത് മറ്റൊരു ഫോൾഡറിലേക്കോ മറ്റൊരു സൈറ്റിലേക്കോ കൊണ്ടുപോകാതിരിക്കാനാണ് നമ്മൾ ഈ രീതിയിൽ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇതേ പേജിൽ തന്നെ തൊട്ട് താഴെയായി നിങ്ങളുടെ ഫോണിൽ ആഡ്സ് എന്നോ അല്ലെങ്കിൽ ഇൻട്രസീവ് ആഡ്സ് എന്നോ പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണുവാൻ സാധിക്കും. അപ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ അത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിനു ശേഷം അതും ഇവിടെ ഓഫ് ആണോ എന്നുള്ളത് കൺഫേം ചെയ്യുക. ഇപ്പോൾ ഇതിനകത്ത് ഞാൻ ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ്. അതുപോലെ നിങ്ങളും ഇതുപോലെ ഇത് ഓഫ് ആണോ എന്ന് കൺഫേം ചെയ്യണം. ഇൻട്രസീവ് ആഡ്സ് എന്നുള്ളത് അല്ലെങ്കിൽ ആഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഇതിനെ നമ്മൾ ഓഫ് ചെയ്ത് കൊടുക്കുക. തുടർന്ന് നമ്മൾ ഇതിൽ നിന്നും പുറകിലേക്ക് പോയതിനു ശേഷം നമുക്കിനി കൂടുതൽ ആഡ്സ് വരുവാൻ സാധ്യതയുള്ളൊരു സെക്ഷൻ എന്ന് പറയുന്നത് അത് അനാവശ്യമായ ഏതെങ്കിലും ആപ്ലിക്കേഷൻസുകൾ നമ്മുടെ ഫോണിൽ ഡൗൺലോഡായി കിടപ്പുണ്ടെങ്കിൽ അതിനെ നീക്കം ചെയ്യുക എന്നുള്ളതാണ്. അതിനെ നമ്മൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിലുള്ള നമ്മൾ ആ സെറ്റിംഗ്സിലേക്ക് തന്നെ പോകുന്നു. സെറ്റിംഗ്സിനകത്ത് പോയതിനു ശേഷം ആപ്സ് അല്ലെങ്കിൽ ആപ്പ് സ്റ്റോർ എന്നുള്ള അല്ലെങ്കിൽ ഓൾ ആപ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങളുടെ ഫോണിൽ ഉണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നിന്നും ആപ്സ് എന്നാണ് ഈ ഫോണിൽ കാണുന്നത്. നമ്മൾ ആപ്ലിക്കേഷൻസിന്റെ എല്ലാ ആപ്ലിക്കേഷനും ഒരുമിച്ച് കിട്ടുന്ന ഒരു സ്ഥലമാണത്. ഇവിടെ നമ്മളിങ്ങനെ കയറി നോക്കുക. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ കയറി നോക്കുന്ന സമയത്ത് ഇതിനകത്തായി നമുക്ക് സിസ്റ്റം ആപ്പ് സെറ്റിംഗ്സിന് താഴെയായി മാനേജ് ആപ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ മാനേജ് ആപ്സ് എന്നുള്ളത് സെലക്ട് ചെയ്തതിനു ശേഷം നമ്മുടെ ഫോണിലുള്ള ആപ്പുകളും മറ്റിവിടെ കാണുവാൻ സാധിക്കും. ഇതിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത്തരത്തിൽ കാണിക്കുന്ന ആപ്പുകളിൽ നിന്നും ആപ്പിന്റെ പേരോ അല്ലെങ്കിൽ ആപ്പിന്റെ ഐക്കണോ ഇല്ലാതെ ഏതെങ്കിലും ആപ്ലിക്കേഷൻസ് ഇതിനകത്തുണ്ടെങ്കിൽ നിങ്ങളത് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഏതെങ്കിലും സമയത്ത് നിങ്ങൾ ഫോൺ ഉപയോഗിക്കുന്ന സമയത്തോ മറ്റോ നിങ്ങൾ അറിയാതെ ഏതെങ്കിലും ആപ്ലിക്കേഷനുകൾ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും.
അങ്ങനെ ഉണ്ടെങ്കിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവും നമ്മൾ പരസ്യം വരുന്നതിനായിട്ട് ഏറ്റവും കൂടുതൽ വരുന്നൊരു സംവിധാനം ഇതുപോലുള്ള അനാവശ്യമായ ആപ്ലിക്കേഷൻസുകൾ നിങ്ങളുടെ ഫോണിൽ വന്ന് കിടക്കുമ്പോഴാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് വന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. ചിലപ്പോൾ ഒരു ആപ്ലിക്കേഷൻ്റെ ഐക്കൺ മാത്രം ഉണ്ടാവും, അതല്ലെങ്കിൽ പേര് മാത്രം ഉണ്ടാവാം. ചിലപ്പോൾ പേരില്ലാതെ ഐക്കൺ മാത്രമായിരിക്കാം. ഇങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ അതിങ്ങനെ നോക്കിയതിന് ശേഷം നിങ്ങളതിനെ അങ്ങനെയുള്ളൊരു ഓപ്ഷനാണ് കാണുന്നതെങ്കിൽ നിങ്ങളതിനെ ക്ലിക്ക് ചെയ്തതിന് ശേഷം അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക. അവിടെയായി ക്ലിയർ ഡേറ്റ ആൻഡ് അൺഇൻസ്റ്റാൾ എന്നുള്ള സാധനം കൊടുത്തേക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് നോക്കുക. ഇത്രയും ചെയ്തതിന് ശേഷവും നിങ്ങളുടെ ഫോണിൽ നിന്നും പരസ്യങ്ങൾ നീക്കം ചെയ്ത് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിന്റെ എല്ലാ ബാക്കപ്പും കോൺടാക്ട്സ്, നിങ്ങളുടെ വാട്സാപ്പ്, മറ്റുള്ള ഗാലറി കിടക്കുന്ന ഫോട്ടോസും മറ്റും ബാക്കപ്പ് എടുത്ത് വച്ചതിന് ശേഷം നിങ്ങളുടെ ഫോൺ ഫാക്ടറി റീസെറ്റ് എന്നുള്ള ഓപ്ഷനിലേക്ക് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമന്റായി ചോദിക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം ഫ്രണ്ട്സ്.